Good evening, friends. Welcome to CMD Tech Online Academy. ഇന്നത്തെ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. Okay, so moving to the question answers. So first question is the most reliable and sensitive marker for alcoholic liver disease. Options A ALT, B AST, C ALP, and D GGT. ആൽക്കഹോളിക് ലിവർ ഡിസീസിലെ മോസ്റ്റ് സെൻസിറ്റീവ് മാർക്കർ ഏതാണ്? ഇപ്പൊ ലിവർ ഡിസീസിലുള്ള എൻസൈംസ് ആണ് ALT, AST, ALP. ഓക്കെ, അതുപോലെ തന്നെ GGT. അതിലെ ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ ഏതാണ് കുറച്ചും കൂടി റിലയബിളും അതുപോലെ തന്നെ സെൻസിറ്റീവും? So the answer is the option D, GGT, gamma glutamyl transferase. So alcoholic individualsൽ GGT ആണ് എലിവേറ്റ് ചെയ്യുന്നത് വിത്ത് ലിവർ ഡിസീസ് ആണ്. ഓക്കെ, സോ ലിവർ ഡിസീസിലുള്ള എൻസൈംസ് ഏതൊക്കെയാണ്? ALT, ALP, GGT ആൻഡ് AST. ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ലിവർ ഡിസീസിലുള്ള എൻസൈംസ് ആണ് ALTയും ALPയും GGT. ഓക്കെ, നോൺ സ്പെസിഫിക് ആണ് AST. കാരണം AST പല ഡിസീസിലും ഹാർട്ട് ഡിസീസിലൊക്കെ AST കൂടുന്നുണ്ട്. അപ്പോൾ GGTയും ALPയും ALTയും ആണ് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈം. അതിൽ തന്നെ ആൽക്കഹോളിക് ഇൻഡിവിജ്വൽസിൽ ഇൻക്രീസ് ചെയ്യാവുന്നത് GGT ആണ്. ഓക്കെ, so gamma glutamyl transferase increased in alcoholic liver disease individuals. Okay, so moving to the next question. In acute pancreatitis, which enzyme is increased? LDH, AST, ALT, amylase. So ഈ ഓപ്ഷൻസിൽ ഏത് എൻസൈം ആണ് acute pancreatitis ഇൻക്രീസ് ആവുന്നത്? The answer is option D, amylase. അമലേസ് ആണ് അക്യൂട്ട് പാൻക്രിയാറ്റിസിൽ നോർമൽ വാല്യൂവിനെക്കാളും 1000 ടൈംസ്, നോർമൽ വാല്യൂവിന്റെ അപ്പർ ലിമിറ്റിനെക്കാളും 1000 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ അക്യൂട്ട് പാൻക്രിയാറ്റിസ് എന്ന് പറയുന്ന ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ആണ്. അതിൽ അമലേസിന്റെ വാല്യൂ ഇൻക്രീസ്ഡ് ആണ്. അപ്പാർട്ട് ഫ്രം അമലേസ് കൂടാതെ വേറൊരു എൻസൈമും കൂടി എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് ലിപ്പേസ്. അക്യൂട്ട് പാൻക്രിയാറ്റിസിൽ ഇൻക്രീസ് ആവുന്ന ഒരു എൻസൈമാണ് ലിപ്പേസ്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് സ്പെസിഫിക് എൻസൈം ഫോർ അക്യൂട്ട് പാൻക്രിയാറ്റിസ് ബിക്കോസ് ഇറ്റ് പെർസിസ്റ്റ് ഫോർ ലോങ്ങർ പീരീഡിൽ പെർസിസ്റ്റ് ചെയ്യുന്നത് ലിപ്പേസ് ആയതുകൊണ്ട് തന്നെ അതാണ് അക്യൂട്ട് പാൻക്രിയാറ്റിസിൽ മോസ്റ്റ് സ്പെസിഫിക് എൻസൈം. ആൻഡ് അമലേസ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലാണ് പെർസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ ലിപ്പേസ് ഇല്ല. ലിപ്പേസ് ഉണ്ടെങ്കിൽ ലിപ്പേസ് ആണ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈം അക്യൂട്ട് പാൻക്രിയാറ്റിസിൽ. ഓക്കെ, അമലേസും ലിപ്പേസും ആണ് അക്യൂട്ട് പാൻക്രിയാറ്റിസിൽ ഇൻക്രീസ് ആവുന്നത്. അതിൽ കൂടുതലും സ്പെസിഫിക് ആയിട്ടുള്ളത് ലിപ്പേസ് ആണ്. So, moving to the next question. Appearance of M band in the electrophoresis of plasma protein is an indicator of options A, leukemia, B, lymphoma, C, polycythemia, D, multiple myeloma. ഇപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിലെ എം ബാൻഡിന്റെ അപ്പിയറൻസ് ഏത് ഡിസീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അതാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമയിലാണ് ലൈറ്റ് ചെയിൻസിന്റെ ഇൻക്രീസ് ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഗാമ ഗ്ലോബുലിൻ ഫ്രാക്ഷൻ ഇൻക്രീസ് ആവുന്നത് മൾട്ടിപ്പിൾ മൈലോമയിലാണ്. അപ്പൊ അവിടെ എന്താവും? എം ബാൻഡ് ആയിട്ടാണ് അതിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഡിറ്റക്ഷൻ ഓഫ് എം ബാൻഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമയിൽ ഗാമ ഗ്ലോബുലിൻ ഫ്രാക്ഷൻ ആണ് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സോ മൾട്ടിപ്പിൾ മൈലോമ ഗാമ ഗ്ലോബുലിൻ ഫ്രാക്ഷൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, എം ബാൻഡ് ആണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് bullet shaped virion is a feature of arbovirus, B, rhabdovirus, C, herpes virus, D, orthomyxovirus. ഇപ്പോൾ വൈറസിന് ഓൾമോസ്റ്റ് എല്ലാ വൈറസിനും ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. കുറച്ച് വ്യത്യാസമുള്ള കുറച്ച് വൈറസുകൾ മാത്രമേ ഉള്ളൂ. സോ അതിൽ വരുന്നതാണ് ഈ ബുള്ളറ്റ് ഷേപ്ഡ് വിറിയോൺ കാണുന്നത്. ഏത് വൈറസിന്റെ ഫീച്ചർ ആണ്? ദ ആൻസർ ഈസ് റാബ്ഡോ വൈറസ്. റാബ്ഡോ വൈറസിലാണ് നമുക്ക് ബുള്ളറ്റ് ഷേപ്ഡ് ആയിട്ട് വൈറസിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് അഡിനോ വൈറസിൽ എന്ന് പറഞ്ഞാൽ സ്പേസ് വെഹിക്കിൾ ഷേപ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പോക്സ് വൈറസിൽ ബ്രിക്ക് ഷേപ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ ഒരു എക്സെപ്ഷൻസ് കേസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ വൈറസും ഒരു സ്ഫെറിക്കൽ ഷേപ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെപ്പറ്റൈറ്റിസ് എ ബിലോങ്സ് ടു ദ ഫാമിലി ഫ്ലാവിവൈറസ്, കാൽസിവൈറസ്, അരീനവൈറസ്, ഡി പൈക്കോർണ വൈറസ്. അപ്പം ഹെപ്പറ്റൈറ്റിസിന്റെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ
ഇത്രയും ഫാമിലീസ് ആണ്, ഇത്രയും വൈറസുകൾ ഉണ്ട്. അപ്പൊ ആ ഓരോ വൈറസും ഓരോ ഫാമിലിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് വരും. ആ കൺഫ്യൂഷൻസ് ഹെപ്പറ്റൈറ്റിസ് എയിൽ നമുക്കൊരു കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. ഹെപ്പറ്റൈറ്റിസ് എ ദാറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി പൈക്കോർണ വൈറസ്. കാരണം പൈക്കോർണ വിരഡയിൽ വരുന്നതാണ് എൻട്രോ വൈറസ് 72. ഓക്കെ, എൻട്രോ വൈറസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? നമ്മളെ എൻട്രിക് ട്രാക്റ്റിൽ എന്തെങ്കിലും ഡിസീസ് കോസ് ചെയ്യുന്നു, അതാണ് എൻട്രോ വൈറസസ് എന്ന് പറയുന്നത്. അപ്പം ഹെപ്പറ്റൈറ്റിസ് എ എന്താ കോസ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം എൻട്രൈറ്റിസ് ആണ് മെയിൻലി കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹെപ്പറ്റൈറ്റിസ് എ ബിലോങ്സ് ടു ദ ഫാമിലി പൈക്കോർണവിരയുടെ എൻട്രോ വൈറസ് 72 എന്നാണ് പറയുന്നത്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് എന്താണ്? നോൺ എൻവലപ്ഡ് ആയിട്ടുള്ള RNA വൈറസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്മിഷൻ ഫീക്കോ ഓറൽ റൂട്ട് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ബിലോങ്സ് ടു ദ ഫാമിലി പൈക്കോർണ വൈറസ് എൻട്രോ വൈറസ് 72 എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പൈക്കോർണ വിരഡന് പകരം എൻട്രോ വൈറസ് 72 ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയും. ഓക്കെ, ഇപ്പം എൻട്രൈറ്റിസ് ആണ്. എൻട്രോ വൈറസ് മെയിൻലി കോസ് ചെയ്യുന്നത് നമ്മൾ എൻട്രിക് ട്രാക്റ്റിലാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. സോ മനസ്സിലായില്ലേ ഇത്? മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Satellitism is a characteristic feature of Staphylococcus. Options: Staphylococcus, B. Haemophilus influenza, Pneumococci, Yersinia pestis. ഇതൊരു ബാക്ടീരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സാറ്റലൈറ്റിസം എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയന്റെ ഫീച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. അപ്പൊ സാറ്റലൈറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്ലഡ് അഗാർ പ്ലേറ്റിൽ സ്റ്റാഫ് ഓറീസിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രീക്ക് ചെയ്യുക, പെർപെൻഡിക്കുലർ ടു ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. അപ്പൊ സ്റ്റാഫ് ഓറീസ് ഫാക്ടർ 5 റിലീസ് ചെയ്യും. സ്റ്റാഫ് ഓറീസ് ഫാക്ടർ 5 റിലീസ് ചെയ്യുമ്പോൾ ഈ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ അതിൽ നമ്മൾ പെർപെൻഡിക്കുലർ സ്ട്രീക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ കോളനീസ് ഈ സ്ട്രീക്ക് ചെയ്ത സ്റ്റാഫ് ഓറീസിന്റെ അഡ്ജസന്റ് ആയിട്ട് വലിയ വലിയ ലാർജ് കോളനീസ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ഇതിപ്പോ സ്റ്റാഫ് ഓറീസിന്റെ സ്ട്രീക്ക് ലൈൻ ആണ്. നമ്മൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പെർപെൻഡിക്കുലറി ആയിട്ട് അതിനെ നമ്മൾ സ്ട്രീക്ക് ചെയ്തു. അപ്പൊ ലാർജർ കോളനീസ് ഉണ്ടാകുന്നത് ഇവിടെയാണ്. കാരണം സ്റ്റാഫ് ഓറീസ് ഫാക്ടർ 5 റിലീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ കുറച്ച് ഗ്രാജുവലി എവേ ഫ്രം സ്റ്റാഫ് ഓറീസിന്റെ ലൈനിന് എവേ ആവുമ്പോൾ ആ കോളനീസിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ അതിന്റെ ഗ്രോത്തിന് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്ത്? ഫാക്ടർ 5. അത് റിലീസ് ചെയ്യുന്നത് സ്റ്റാഫ് ഓറീസ് ആണ്. സോ ഈ ഒരു മെക്കാനിസം ആണ് സാറ്റലൈറ്റിസം എന്ന് പറയുന്നത്. അത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസിന് മാത്രമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ സാറ്റലൈറ്റിസം is a characteristic feature of Haemophilus influenza. So the next question is, dipotassium salt of EDT is recommended in CBC because it is more water soluble, more water solvent, less water soluble and less water solvent. അപ്പം ഡൈപൊട്ടാസ്യം സാൾട്ട് ഓഫ് EDT CBCക്ക് എന്തിനാണ്? CBC മെയിൻലി നമ്മൾ സെൽ മോർഫോളജിക്കാണ് ഇതാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡൈപൊട്ടാസ്യം സാൾട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്? ബിക്കോസ് it is more water soluble. അപ്പോൾ അത് മറന്നു പോകരുത്. Dipotassium salt of EDT is more water soluble and it is recommended for CBC examination. So next question is, all of these are ketone bodies except acetone, acetoacetate, acetate, beta hydroxybutyrate. അപ്പോൾ ഈ ഫോളോയിങ് ഓപ്ഷൻസിൽ ഏതാണ് ketone body അല്ലാത്തത്? Okay, so the answer is acetate. അസറ്റേറ്റ് ആണ് കീറ്റോൺ ബോഡി അല്ലാത്തത്. അപ്പൊ കീറ്റോൺ ബോഡീസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രൈമറി കീറ്റോൺ ബോഡിയും സെക്കൻഡറി കീറ്റോൺ ബോഡി ആയിട്ടാണ്. അതിൽ പ്രൈമറി കീറ്റോൺ ബോഡിയിൽ വരുന്നതാണ് അസറ്റോ അസറ്റിക് ആസിഡ്. സെക്കൻഡറി കീറ്റോൺ ബോഡിയിൽ വരുന്നതാണ് അസറ്റോണും ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റും. ഈ മൂന്ന് കീറ്റോൺ ബോഡീസ് ആണ് ആകെ ഉള്ളത്. അതിൽ അസറ്റോ അസറ്റിക് ആസിഡും അസറ്റോണും റോത്തറാസ് ടെസ്റ്റ് പോസിറ്റീവ് നൽകും, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് നെഗറ്റീവ് തരും. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എങ്ങനെ? വിച്ച് കീറ്റോൺ ബോഡീസ് ഗീവ് റോത്തറാസ് ടെസ്റ്റ് നെഗറ്റീവ്? അത് ഏതാണ്? ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അസറ്റോ അസറ്റിക് ആസിഡും അസറ്റോണും റോത്തറാസ് ടെസ്റ്റ് പോസിറ്റീവ് നൽകും. അസറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു കീറ്റോൺ ബോഡി അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻക്രീസ്ഡ് MCV മീൻസ് RBC ന്റെ സൈസ് is smaller than normal. ഓപ്ഷൻസ് ആണ് RBC size smaller than normal, RBC size larger than normal, RBC contain high hemoglobin content, RBC contain less hemoglobin content. അപ്പൊ MCV എന്ന് പറയുന്നത്, MCV ന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ MCV എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ കോർപ്പസ്കുലാർ വോളിയം. അപ്പൊ MCV കൂടുമ്പോൾ എന്താണ്? ദ ആൻസർ ഈസ് RBC സൈസ് ഇസ് ലാർജർ ദാൻ നോർമൽ എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ MCVന്റെ നോർമൽ വാല്യൂ ആണ് 80 to 100 femtoliter. അപ്പം ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് MCV is greater than 100 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ MCVന്റെ വാല്യൂ ഇൻക്രീസ് ആണ്. അപ്പൊ എന്താണ്? മാക്രോസൈറ്റോസിസ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ RBCന്റെ സൈസ് വലുതാവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ MCV ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോസൈറ്റോസിസ് ആണ്. എന്ന് പറഞ്ഞാൽ RBCന്റെ സൈസ് ചെറുതാവാണ് ചെയ്യുന്നത്. ഡിക്രീസ് ടു MCV കൂടിക്കഴിഞ്ഞാൽ RBCന്റെ സൈസ് വലുതാവും, ഇൻക്രീസ്, ആൻഡ് MCV കുറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസൈറ്റോസിസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which parasitic infection leads to vitamin B12 deficiency anemia? ഏത് പാരസൈറ്റ് ആണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയക്ക് കോസ് ചെയ്യുന്നത്? ഡൈഫിലോബോത്രിയം ലാറ്റം, അൻസിലോസ്റ്റോമ ഡിയോഡനൈൽ, അസ്കാരിസ് ലംബ്രിക്കോട്സ്, ടീനിയ സാജിനേറ്റ. സോ ദ ആൻസർ ഈസ് ഡൈഫിലോബോത്രിയം ലാറ്റം. ഈ ഡൈഫിലോബോത്രിയം ലാറ്റിന്റെ പ്രൊലോങ്ഡ് ഇൻഫെക്ഷൻ എന്താക്കാന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് കോസ് ചെയ്യുന്നത്. ഈ പാരസൈറ്റ് എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ B12ഉം ഇൻട്രിൻസിക് ഫാക്ടർ കോംപ്ലക്സിനെ ഡിസോസിയേറ്റ് ചെയ്യും ഗട്ടിൽ. നമ്മൾ ഗട്ടിൽ അതിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് B12നെ ഹോസ്റ്റിലേക്ക് അൺഅവൈലബിൾ ആക്കും. ഓക്കെ, ഈ ഡൈഫിലോബോത്രിയം ലാറ്റം ഈ കോംപ്ലക്സിനെ വൈറ്റമിൻ B12 ഇൻട്രിൻസിക് ഫാക്ടർ കോംപ്ലക്സിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് വൈറ്റമിൻ B12നെ പോയി ബൈൻഡ് ചെയ്യാനില്ലേ, ആ ബൈൻഡ് ചെയ്യുന്നുള്ളതിനെ അൺഅവൈലബിൾ ആക്കും. അതാണ് ഡൈഫിലോബോത്രിയം ലാറ്റം ചെയ്യുന്നത്. So Diphylobothrium latum that causes vitamin B12 deficiency anemia. Next question is, on which principle does photoelectric colorimeter work? Option A, Beer's law, B, Lambert's law, C, both A and B, Beer-Lambert law, or none. Photoelectric colorimeter ന്റെ principle എന്താണ്? The answer is both A and B. Beer's-Lambert's law ആണ്. എന്ന് പറഞ്ഞാൽ Beer's-Lambert's law എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Concentration of substance is directly proportional to the amount of light absorbed. അപ്പം ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി അത് പ്രൊപ്പോർഷൻ ആണ് എന്ത്? ലോഗരിതം ഓഫ് ട്രാൻസ്മിറ്റർ ലൈറ്റ്. എത്ര ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തെന്നുള്ളതിന്റെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ്. അപ്പം concentration of substance directly proportional to the amount of light absorbed and it is indirectly proportional to the logarithm of transmitted light. ഇതാണ് Beer-Lambert's law എന്ന് പറയുന്നത്. So it is the principle of the photoelectric colorimeter. Next question is, each 0.1 mm of Buffy coat corresponds to about 500 WBC per millimeter cube, 1000 WBC millimeter cube, 2000 WBC per millimeter cube, or none of the above. So 0.1 mm ബഫി കോട്ട് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 1000 WBC per millimeter cube ആണ്. അപ്പോൾ ഓരോ 0.1 mm ബഫി കോട്ടിന് 1000 WBC ആണ്. അപ്പോൾ 1 mm ഉണ്ടെങ്കിൽ എത്രയാണ്? 10,000 WBC ഉണ്ട് എന്നാണ്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ ഒരു 2 mm ഒക്കെ ആണെങ്കിൽ ലുക്കീമിയ ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. ഇപ്പൊ 0.1 എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ 1 mm ഓഫ് ബഫി കോട്ട് കൺസിസ്റ്റ് ഓഫ് 10,000 WBC ആണ്. അപ്പോൾ മാറിപ്പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, thrombocytes are formed from reticulocytes, megakaryocytes, myeloblasts, pronomoblast. അപ്പോൾ ത്രോംബോസൈറ്റ്സ് ഏതിൽ നിന്നാണ് ഫോം ചെയ്യുന്നുള്ളത്? ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ് സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ റെറ്റിക്കുലോസൈറ്റ് ആണോ? അത് RBC ആണ്. മെഗാകാരിയോസൈറ്റ്സ് ആണോ? അത് പ്ലേറ്റ്ലെറ്റ് ആയിട്ട് വരുന്നതാണ്. മൈലോബ്ലാസ്റ്റും പ്രോനോമോബ്ലാസ്റ്റും ഒക്കെ ഇതിൽ വരുന്നതാണ് ന്യൂട്രോഫിൽസ് അല്ലെങ്കിൽ WBCയിൽ വരുന്നതാണ്. അപ്പോൾ ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത് formed from megakaryocytes ആണ്. So hematopoietic stem cells progenitor cells നിന്ന് megakaryocytes ഉണ്ടാവും. എന്നാൽ നോൺ ലിംഫോയിഡ് ആയിട്ടുള്ള progenitor cell നിന്ന് megakaryocyte ആവും. അവിടെ നിന്നാണ് പ്ലേറ്റ്ലെറ്റും അതുപോലെ തന്നെ ത്രോംബോസൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, so the next question is, Faucher's test അല്ലെങ്കിൽ Faucher's reagent for testing bilirubin in urine contain. Faucher's reagentൽ contain ചെയ്യുന്നത് എന്തൊക്കെയാണ്? Trichloroacetic acid, 10% ferric chloride, distilled water. Option B, hydrochloric acid, 10% ferric chloride, distilled water. And option C, trichloroacetic acid, sodium nitroprusside, and distilled water. And D, none of the above.
ഇപ്പൊ ഫൗച്ചസ് റിയേജനിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൻ 10% ഫെറിക്ലോറൈഡ് ആണ്. ഓക്കെ, അതാണ് ആൻസർ. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. ഫൗച്ചസ് റിയേജനിൽ ട്രൈക്ലോറോ അസറ്റിക് ആസിഡും 10% ഫെറിക്ലോറൈഡ് ആണ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗച്ചസ് റിയേജൻ എന്താക്കും, ബൈൽ പിഗ്മെന്റിനെ ഗ്രീൻ ആയിട്ടുള്ള ബിലോയിഡിനായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം യൂറിൻ എടുത്തിട്ട് ബേരിയം ക്ലോറൈഡ് വെച്ചിട്ട് നമ്മൾ എന്താക്കും, സെൻട്രിഫ്യൂജ് ചെയ്യും. എന്നിട്ട് അതിന്റെ സൂപ്പർനെറ്റിന് കളഞ്ഞിട്ട് ആ സെഡിമെന്റിലേക്കാണ് നമ്മൾ ഫൗച്ചസ് റിയേജന്റ് ആഡ് ചെയ്യുന്നത്. അപ്പം ആ സെഡിമെന്റിൽ ഒരു ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is which of the following is not a monochromator? മോണോക്രോമേറ്റർ അല്ലാത്തത് ഏതാണ്? പ്രിസം, ഓപ്ഷൻ എ പ്രിസം, ബി ഫിൽട്ടർ, സി ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്, ഡി മിറർ. അപ്പൊ മോണോക്രോമേറ്റർ അല്ലാത്തത് ഏതാണ്? മിറർ ആണ്. ഓക്കെ, മോണോക്രോമേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വേവ് ലെങ്തിനെ ഓഫ് ദ ലൈറ്റ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ്, ഡിസൈഡ് ആയിട്ടുള്ള വേവ് ലെങ്തിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മോണോക്രോമേറ്റർ. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിസം, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗും ഫിൽറ്റേഴ്സ് ഒക്കെ. അതിൽ നമ്മൾ മിറർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള വേവ് ലെങ്ത് നമുക്ക് മിററിൽ കിട്ടില്ല. അപ്പം മിറർ ഈസ് നോട്ട് എ മോണോക്രോമേറ്റർ. സോ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, so hope all you understand and thank you friends.